ഇന്ന് ഫെബ്രുവരി 15 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കിച്ച സുദീപിന്റെ സമീപകാല മികച്ച സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത മാക്സ് എന്ന സിനിമ ഇന്ന് C5 OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ഈ കന്നഡ സിനിമ ഇപ്പോൾ C5 OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ കാണൂ. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം ഹിന്ദിയിൽ നിന്നും OTT റിലീസ് ചെയ്ത ധൂം ധാമിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ ഹിന്ദി ഭാഷയിൽ മാത്രമല്ല നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത്. യാമി ഗൗതം സിനിമ ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അടുത്തത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആസിഫിന്റെ രേഖാചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT റിലീസ് ആദ്യം മാർച്ചിലായിരിക്കുമെന്ന് പ്രേക്ഷകരെ അറിയിച്ചു. പിന്നെ ഇന്നലത്തെ വീഡിയോയിലൂടെ മാർച്ച് 14-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നും അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സോണി ലിവ് രേഖാചിത്രത്തിന്റെ OTT റിലീസ് തീയതി പ്രീപോണ്ട് ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. മാർച്ച് 14-ൽ നിന്നും മാർച്ച് 7-ലേക്കാണ് സിനിമയുടെ റിലീസ് പ്രീപോണ്ട് ചെയ്തിരിക്കുന്നത്. സിനിമ പാനന്തൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ അപ്പോൾ മാർച്ച് 7-ാം തീയതി മുതൽ ലഭ്യമാകും. കാത്തിരിക്കാം രേഖാചിത്രം OTT റിലീസിനായിട്ട്. നാലാമത്തെ അപ്ഡേറ്റ് ഒരു തെലുഗു സിനിമയുടേതാണ്. പൊട്ടൽ എന്നാണ് തെലുഗു സിനിമയുടെ പേര്. ചിത്രം സൺനെസ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ തെലുഗു ഭാഷയിൽ മാത്രം ലഭ്യമാണ്. ധൂംധാമിന്റെ ഡയറക്റ്റ് OTTക്ക് പിന്നാലെ അടുത്തൊരു ഹിന്ദി ഡയറക്റ്റ് OTT കണ്ടന്റിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും നിമിഷ സജിയൻ, തമിഴിൽ നിന്നും ജ്യോതിക ഉൾപ്പെടെയുള്ളവർ ഭാഗമായ ഡബ്ബ കാർട്ടൽ എന്ന ഹിന്ദി സിനിമയുടെ OTT പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഈ മാസം അവസാനം ഫെബ്രുവരി 28-ാം തീയതി സിനിമ OTT റിലീസാകും. ടീസർ ഇന്ന് റിലീസായിട്ടുണ്ട്. അടുത്തത് ഡാക്കു മഹാരാജ് എന്ന ബാലയ്യ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സമീപകാലത്ത് ഏറ്റവും മികച്ച ബാലയ്യ സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങളും നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 1 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും തെലുഗു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ചേട്ടന്റെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അപ്ഡേറ്റ് ആണ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെ എത്തി ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും ഒരു OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയതായി നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല. മാർച്ച് മാസത്തോടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ OTT റിലീസ് ചെയ്ത് OTT പ്ലാറ്റ്ഫോമിലായിരിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ആമസോൺ പ്രൈം ആയിരിക്കുമോ, സോണി ലിവ് ആയിരിക്കുമോ, ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കുമോ, അതല്ലെങ്കിൽ മനോരമ മാക്സ് ആയിരിക്കുമോ? നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്ത്?